Hi, I am Sally. Welcome to Nano Garden, Sally's World. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വർണ്ണമനോഹരങ്ങളായ പൂക്കൾ തരുന്ന പല വർണ്ണത്തിലുള്ള ഈ ചെടിയെയാണ് ഹൈഡ്രാഞ്ചിയ. ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള ഒരു ചെടിയാണ്. അതിൽ ഈ കളറാണ് സാധാരണ വളരെ കോമൺ ആയിട്ട് കാണുന്നത്. നല്ല കടുത്ത നീല. ഇത് പൂക്കൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നല്ല നീല നിറമായി മാറും. ഇതതിൻ്റെ മൊട്ടുകളാണ്, വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. സാധാരണ കണ്ടുവരുന്നത് ഈ നീലയാണ്. എന്നാൽ ഇന്ന് ധാരാളം ഹൈബ്രിഡ് വെറൈറ്റികൾ കാണപ്പെടുന്നുണ്ട്. ഇവയുടെ ജന്മദേശം ഏഷ്യയും അമേരിക്കയുമാണ്. വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ചെടിയാണ് ഹൈഡ്രാഞ്ചിയ. അതുകൊണ്ട് തന്നെ ഒന്ന് നട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് അത് നല്ല അഴക് നൽകും. നോക്കിക്കേ, ഇത് വൈറ്റാണ്. ഇതിപ്പം കുറച്ച് ചൂട് കൂടിയിട്ട് ഒരല്പം കരച്ചിൽ ഉണ്ട്. എന്നാലും വെള്ള വെറൈറ്റിക്ക് ചൂടിനെ അതിജീവിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വർഷത്തെ ചൂട് കുറച്ച് കടുപ്പമാണല്ലോ, അതുകൊണ്ട് ഇച്ചിരി പൊള്ളലേറ്റിട്ടുണ്ട്. അത്ര വെയിലല്ല. എന്നിട്ടും ഇത് കണ്ടോ, ഇതും കുറച്ചൊരു കോമൺ ആയിട്ട് ഇപ്പം കണ്ടുവരുന്നുണ്ട്, ഒരു പർപ്പിൾ ഷെയ്ഡ്. എന്നാൽ ഇത് ഈ നല്ല കടുത്ത പിങ്ക് അത്ര കോമണേ അല്ല. നല്ല വിലയുണ്ട് ഇതിന്. അപ്പം നീല, വെള്ള, പർപ്പിൾ, പിങ്ക്, ഇത് 4 കളറാണ് എൻ്റെ അടുത്തുള്ളത്. എന്നാൽ ഹൈഡ്രാഞ്ചിയ 70ഓളം സ്പീഷീസുകളുണ്ട്. അത് മാത്രമല്ല, ട്രെയിലിംഗ് ഹൈഡ്രാഞ്ചിയ, അതായത് വള്ളി പോലെ പടർന്നു കയറുന്ന ഹൈഡ്രാഞ്ചിയകളൊക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്ത് പോലും അതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. മറ്റ് രാജ്യങ്ങളിൽ അത് ധാരാളമായിട്ട് കാണപ്പെടുന്നു. ഈ ചെടിയെ ഒന്ന് നോക്കാം നമുക്ക്. ഇത് കണ്ട, നല്ല ബലമുള്ള കമ്പുകളാണ് ഇതിന്. ബലമുള്ള കമ്പുകളിൽ ഓരോ നോഡിൽ നിന്നും മുകുളങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അതെല്ലാം ഓരോ ശാഖകളായി മാറുന്നു. വീണ്ടും ഇത് കണ്ടോ, ഇവിടെ നിന്ന് മണ്ണിൽ നിന്നും ഇതേപോലെ ശാഖകൾ പ്രത്യക്ഷപ്പെടും. ഇത് കണ്ടോ, തൈച്ചെടികൾ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇവർ തന്നെത്താനെ ഉണ്ടാകുന്ന ബുഷിയായിട്ട് വളരുന്നതാണ് ഈ കാണുന്നത്. ഈ കമ്പുകളെ വെട്ടിക്കോതി ഒതുക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിർത്താം. അതിൽ നല്ല വലിപ്പമുള്ള ഇലകളല്ലേ, നോക്കിക്കേ, ധാരാളം ഇലകളുണ്ട്. ഈ ഇലകളുടെ അടിയിൽ നോക്കിക്കേ, വീണ്ടും വീണ്ടും മുകുളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ തനിയെ വെട്ടി ഒതുക്കാതെ ഉള്ളതാണ് ഈ കാണുന്നത്. ഇനി ഇവയെ നമുക്ക് കമ്പുകൾ വെട്ടി കോതി ഒതുക്കി ചെറുതായിട്ട് നിർത്താം. ഇപ്പോൾ ഇതിൽ ഇതേപോലെ പൂക്കളുണ്ടാകുന്നു. ഇതിന് പൂക്കളില്ല, ഇപ്പോൾ ഉടനെ വരും. അതെങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, പൂക്കൾ ഉണ്ടാകാനാകുമ്പോഴേക്കും ഇലകൾ ചെറുതായി വരും. ഇപ്പോൾ ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഇത് മൊട്ടുകളായിട്ട് പ്രത്യക്ഷപ്പെടാനുള്ളതാണ്. അപ്പോൾ ഒരു കമ്പ് കിട്ടിയാൽ നമുക്കതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറേ എണ്ണമാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നീല, വെള്ള, പല കളറ് കാണുന്നത്? അസിഡിക് സോയിലാണ് നമ്മുടെ കേരളത്തിലധികവും. അതുകൊണ്ടാണ് ഈ നീല പൂക്കൾ കൂടുതലും കാണുന്നത്. അസിഡിക് സോയിലിൽ ആണ് ഹൈഡ്രാഞ്ചിയ വളരുന്നതെങ്കിൽ നീല കളറായിരിക്കും. എന്നാൽ അസിഡിക് സോയിലിന് പകരം ആൽക്കലൈൻ ആണെങ്കിൽ അത് ഇതേപോലെ പർപ്പിളാകും,
അതേപോലെ കൂടുതൽ ആൽക്കൈലിനായി കഴിയുമ്പോൾ പിങ്ക് ആകും. അപ്പോൾ നമുക്ക് പർപ്പിൾ കളർ കിട്ടണമെങ്കിൽ നമ്മുടെ മണ്ണിനെ അല്പം ക്ഷാരഗുണമുള്ളതാക്കി മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ആൽക്കലൈനാക്കി മാറ്റിയാൽ മതി. എങ്ങനെ നമുക്ക് ആൽക്കലൈനായി മാറ്റാൻ സാധിക്കും? അല്പം കുമ്മായപ്പൊടി മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ചാരം കൊടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ ചാരം കൊടുത്തോ അല്ലെങ്കിൽ അല്പം കുമ്മായം ചേർത്തോ മണ്ണിനെ ആൽക്കലൈൻ ആക്കിയ ശേഷം നമ്മുടെ ചെടിയെ നട്ടാൽ അത് ഇതേപോലെ പർപ്പിൾ കളറായി വരും. അതെല്ലാം നിങ്ങളുടെ മണ്ണ് ആൽക്കലൈനാണ്, നിങ്ങൾക്ക് നീലപ്പൂക്കളാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം? അല്പം വിനാഗിരി ഡൈല്യൂട്ടാക്കി, കുറച്ച് വെള്ളത്തിൽ ചേർത്ത് ഡൈല്യൂട്ടാക്കി ചെടിയുടെ നേരെ ചോട്ടിൽ ഒഴിക്കേണ്ട, അല്പം വിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നീലപ്പൂക്കൾ കിട്ടും. ഇനി ന്യൂട്രൽ സോയിലാണെങ്കിലാണ് വൈറ്റായിട്ട് കിട്ടുന്നത്. ഇത് പക്ഷേ ഞാൻ വാങ്ങിയതാണ്, ന്യൂട്രലൊന്നും നോക്കിയതല്ല. ഇത് വാങ്ങിയ ചെടിയാണ്. അതുപോലെ ഇതും വാങ്ങിയ ചെടിയാണ്. അപ്പോൾ ഇങ്ങനെ കടുത്ത പിങ്ക്, ഈ പർപ്പിളാവുന്നെങ്കിൽ കടുത്ത പിങ്ക് ആകുമായിരിക്കാം. പക്ഷേ ഈ ചെടിയെ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ അടിയിൽ വാങ്ങിയ ചെടിയെ വീണ്ടും നട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഒരു ചിരട്ട ചാരവും കൂടെ തൂളിയിട്ടാണ് നട്ടിരിക്കുന്നത്. കാരണം ഇത് പോകരുതെന്ന് വിചാരിച്ചു. നമ്മൾ ചിലപ്പം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ പർപ്പിളോ അല്ലെങ്കിൽ പിങ്കോ വെള്ളയൊക്കെയാണ്. പക്ഷെ നമ്മുടെ മണ്ണിലേക്ക് നടുമ്പോൾ അത് അസിഡിക് സോയിലാണെങ്കിൽ നിറം മാറ്റം വരില്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാങ്ങുന്ന ചെടി ഇതേപോലെ പിങ്ക് ആണെങ്കിൽ നമ്മുടെ മണ്ണും അതിൻ്റെ കൂട്ടത്തിൽ മണ്ണ് ചേർക്കണ്ടേ? അപ്പം മണ്ണ് ചേർക്കുമ്പോൾ അത് ആൽക്കലൈൻ ക്ഷാരഗുണമുള്ളതാണോ എന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കാൻ കേരളത്തിലെ പൊതുവേ മണ്ണ് അസിഡിക് സോയിലാണ്. അപ്പം നമുക്ക് കുറച്ച് ചാരമല്ലേ ഏറ്റവും എളുപ്പം കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരൽപ്പം, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ. കൂടുതൽ ക്ഷാരമാകണ്ട. അത് മണ്ണിൽ മിക്സ് ചെയ്ത് അതിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന ചെടിയെ നടുക. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കിഷ്ടമുള്ള പൂക്കളൊക്കെ നമുക്ക് ലഭിക്കും. ഈ 4 കളറും നമുക്ക് കിട്ടും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. കളറ് മാറാതിരിക്കുവാൻ അസിഡിക് വേണോ ആൽക്കലൈൻ വേണോ എന്ന് ആദ്യം തീരുമാനിക്കുക. അതിനുശേഷം നീലപ്പൂക്കളാണെങ്കിൽ വിനാഗിരി അല്പം ഡൈല്യൂട്ട് ചെയ്ത് ചേർക്കുക, അല്ലെങ്കിൽ ചാരമോ അല്ലെങ്കിൽ കുമ്മായമോ ചേർക്കുക. അപ്പം നമുക്ക് 4 നിറത്തിലുള്ള പൂക്കൾ കിട്ടും. ഇനി ഈ ചെടി വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. കണ്ടില്ലേ, ധാരാളം ഇലകളും ധാരാളം കൊമ്പുകളും ഒക്കെ വരുമ്പോൾ അവർക്ക് നല്ലോണം വെള്ളം വേണ്ടേ? വെള്ളം കുറഞ്ഞാൽ അപ്പോൾ വാടും. വളരെ പെട്ടെന്ന് വാടുന്ന ഒരു ചെടിയാണ്. ഇതേപോലെ കണ്ടില്ലേ, ഒരു ദിവസം നനയ്ക്കാൻ വയ്ക്കാൻ മതി. വേണ്ട, ഉണങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ നനച്ചില്ലായിരുന്നു, അപ്പോഴേക്കും അത് വാടി. അത് ഇന്ന് രാവിലെ നനച്ചാൽ ഉടനെ ഉണരുകയും ചെയ്യും. ഈ പൂവ് അതേപോലെ തന്നെ വാടി അങ്ങ് കുഴഞ്ഞു വീഴും. അപ്പം വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. എല്ലാ ദിവസവും നനച്ചു കൊടുക്കും. മണ്ണ് നല്ല ലൂസായിരിക്കണം. എങ്ങനെയാണ് നമ്മൾ മണ്ണ് ലൂസാക്കുക? ഗ്രൗണ്ട് സോയിലിൻ്റെ കൂടെ നമ്മുടെ സാധാരണ മണ്ണെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ്, പിന്നെ കീടബാധയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്കൊരൽപ്പം വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ തന്നെ ഒരൽപ്പം എല്ലുപൊടി, അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കും? ഒരൽപ്പം മണൽ. അപ്പം മണ്ണ്, മണൽ, ചാണകപ്പൊടി അഥവാ മണ്ണിര കമ്പോസ്റ്റ്, അതുപോലെ അല്പം വേപ്പിൻ പിണ്ണാക്കും ചേർന്ന ഒരു മിശ്രിതത്തിലാണ് നമ്മൾ നടേണ്ടത്. ഇനി നിങ്ങൾക്ക് മണൽ കിട്ടാൻ ഭയങ്കര പ്രയാസമാണെങ്കിൽ എന്ത് ചെയ്യാം? അല്പം പെർലൈറ്റ് ചേർത്താൽ മതി. അത് വാങ്ങാൻ കിട്ടും, നഴ്സറികളിൽ വാങ്ങാൻ കിട്ടും. മണലും വാങ്ങാൻ കിട്ടും. കിട്ടാത്തവർക്ക് പെർലൈറ്റ് ചേർക്കാം. മണലുള്ളവർ പിന്നെ പെർലൈറ്റിൻ്റെ ആവശ്യമില്ല. ചേർത്തൊന്നും വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെയുള്ള മിശ്രിതത്തിൽ നമ്മൾ നടുമ്പോൾ അത് കുറച്ച് ലൂസായിട്ടിരിക്കും. അത് നമുക്ക് തൊടുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ തൊടുമ്പോൾ ഇത് കണ്ടില്ലേ ലൂസല്ലേ. അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് റൂട്ട് ധാരാളം വേരുകൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ റൂട്ട് വരാൻ കാരണമാകുന്നു, വേര് ചീഞ്ഞു പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ ഇളക്കമുള്ള മണ്ണായിരിക്കണം, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം വേര് പിടിച്ച് നല്ലവണ്ണം നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ അടിയിലെ കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് നിങ്ങൾക്ക് അതേപോലെ തന്നെ നടാം, തൈച്ചെടിയെ നടാം. അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു കമ്പ് മുളപ്പിച്ചുണ്ടാക്കുകയാണെങ്കിൽ അത് പിടിച്ചു കഴിയുമ്പോൾ ഇതിന് എല്ലാ ദിവസവും നനയ്ക്കണം എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ വളപ്രയോഗം നടത്തണം. ഈ ഇലകൾക്കെല്ലാം വളർന്നു വരണം, പൂക്കൾ തരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ജൈവവളം കൊടുക്കണം, അല്ലെങ്കിൽ രാസവളം കൊടുക്കണം. വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് കിട്ടാൻ എളുപ്പം, അല്ലെങ്കിൽ ചാണകപ്പൊടി കിട്ടാൻ എളുപ്പമുണ്ടെങ്കിൽ ചാണകപ്പൊടി ഒരു 20 ദിവസം കൂടുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അഥവാ നിങ്ങൾക്ക് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 17-17-17 കൊടുക്കാം. ആദ്യം വളരുന്ന സമയത്ത് ചെടി വളർന്നു വരാൻ വേണ്ടി. ഇപ്പം ഇതേപോലെ നിൽക്കുകയാണ്, കണ്ടില്ലേ, വളർന്നു കഴിഞ്ഞു. ഇനി പൂക്കളുണ്ടാകാൻ ആരംഭമായി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട വളം ഏതാണ്? 19-19-19. അപ്പോൾ ധാരാളം പൂക്കളുണ്ടാകും. അതേപോലെ തന്നെ DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, DAP വാങ്ങാൻ കിട്ടും. തരികളാണ്. ആ തരികൾ 5-6 മണികൾ വേരിൽ നിന്ന് അല്പം വിട്ട് തൂളിക്കൊടുക്കുക. അതൊരു 15 ദിവസം കൂടുമ്പോൾ ഒന്നെങ്കിൽ DAP കൊടുക്കാം, അല്ലെങ്കിൽ 19-19-19 വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കുലകുത്തിപ്പൂക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വെയിലിൻ്റെ കാര്യമാണ്. എങ്ങനെയാണ് സൺലൈറ്റ് ഈ ചെടിയെ സഹായിക്കുന്നതെന്ന് നോക്കാം. സൺലൈറ്റ് ആവശ്യമുണ്ട്, എന്നാൽ അതികഠിനമായ വെയിൽ വേണ്ട. ഇവിടെ തന്നെ അവിടെ കുറച്ച് 2-3 ചെടി കൂടിയുണ്ട്, അത് കുറച്ച് പൊള്ളിയിട്ടുണ്ട്. അപ്പം ഈ ഗ്രീൻ കളറ് കുറഞ്ഞിട്ട്, ഇതും നല്ല വെയിലായിരുന്നു, ഇതൊക്കെ വെയിലായിരുന്നു. അപ്പം നല്ല വെയിൽ കൂടുമ്പോൾ ഈ ഇലകൾക്ക് ഇത് കണ്ടോ, ഇതൊക്കെ പൊള്ളലേറ്റതാണ്, കണ്ടോ, ഇവിടെയൊക്കെ കാണാം. അപ്പം കൂടുതൽ വെയിൽ വേണ്ട. ഡാപ്പിൾ ലൈറ്റ് അല്ലെങ്കിൽ ഒരു സെമി ഷെയ്ഡ്, തീരെ ഷെയ്ഡ് വേണ്ട, എന്നാൽ നല്ലവണ്ണം പ്രകാശം കിട്ടുന്ന, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഭയങ്കര വെയിലല്ലേ, അപ്പം രാവിലത്തെ വെയിൽ മതി. അതുപോലെ വൈകുന്നേരത്തെ വെയിലും, രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ കിട്ടുന്ന ഏരിയ നോക്കി ചെടി മാറ്റി വെച്ചോളൂ കേട്ടോ, അതാണ് നല്ലത്. കുത്തനെയുള്ള വെയിലാകുമ്പോൾ ഇലകളൊക്കെ പൊള്ളിപ്പോകും, അതുപോലെ പൂക്കളും കുറയും. എന്നാൽ ഇനി നിങ്ങൾ വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ചാലോ, ഇലകളങ്ങ് പച്ചയായിട്ട് കണ്ടമാന ഇലയുണ്ടാകും, പൂക്കൾ ഉണ്ടാകില്ല. നമുക്ക് പൂക്കൾ വേണ്ടേ? ഈ ഇലകൾക്കിടയിൽ ഉണ്ടാകുന്ന പൂക്കളാണ് നമുക്ക് ആകർഷണം. അപ്പം ഈ ഇലകളുടെ ഇടയിൽ പൂക്കൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നല്ലവണ്ണം പ്രകാശം കൊടുക്കണം. എന്നാൽ കുത്തനെയുള്ള നട്ടുച്ച വെയിലൊന്നും വേണ്ടതാണ്, ആ കാര്യത്തിൽ ശ്രദ്ധിക്കാം. പിന്നെ ഇതിന് പെസ്റ്റുകൾ അങ്ങനെ കാണുന്നില്ല. നമ്മൾ പെസ്റ്റുകൾ ഉണ്ടാകാത്തതിന് കാരണം നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ തന്നെ പെസ്റ്റുകൾ കുറയും. പിന്നെ അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീം ഓയിൽ സൊല്യൂഷൻ 5 ml തന്നെ വേണ്ട, കുറച്ച് സോപ്പ് വാട്ടർ കൂടുതൽ ചേർത്തിട്ട് വെറുതെ അങ്ങ് അടിച്ചു കൊടുത്തേക്കാം.
അപ്പം അഥവാ ഇനി സ്പൈഡർ മൈറ്റുകളോ ഒന്നും കാണുന്നില്ല. പൊതുവേ രോഗബാധയില്ലാത്ത ഒരു രോഗബാധയല്ല, പൊതുവേ കീടങ്ങൾ ആക്രമിക്കാത്ത ഒരു ചെടിയെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എന്നാൽ രോഗബാധ എന്ന് പറയുന്നത് ഫംഗൽ രോഗമാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം അധികമായി കഴിഞ്ഞ് വെള്ളം അധികമാകുന്നതല്ല പ്രശ്നം, ഈ ക്ലോഗിങ് ആണ്. അതായത് മണ്ണ് ചെളിയായി മാറി വേരുകൾക്ക് ശ്വസിക്കാൻ സാധിക്കാതെ വരിക, വേര് ചീച്ചിൽ വരിക. അപ്പോൾ അങ്ങനെ ഫംഗൽ രോഗം വരും. ഫംഗൽ രോഗം ഇരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ്, അപ്പം നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സാഫ് 1 ലിറ്റർ വെള്ളം എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് കലക്കിയിട്ട് അതിൻ്റെ ചോട്ടിലും ഇലയിലും ഒക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കുക. അപ്പോൾ രോഗബാധ നമുക്ക് തടയാൻ സാധിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ധാരാളം പൂക്കൾ തരുന്ന, മാസങ്ങളോളം നിൽക്കുന്ന, പൂങ്കുലകളായി കാണപ്പെടുന്ന ഈ ചെടി നമ്മുടെ വീട്ടിൽ നല്ലവണ്ണം നിൽക്കും. പ്രൂണിങ് വളരെ അത്യാവശ്യമുള്ള ചെടിയാണ് ഹൈഡ്രാഞ്ചിയകൾ. സാധാരണയായിട്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് പ്രൂണിങ് നടത്തേണ്ടത്. അങ്ങനെ പ്രൂണിങ് നടത്തി കഴിയുമ്പോഴേക്കും നല്ല വേനൽക്കാലം വരുമ്പോഴേക്കും ധാരാളം ശാഖകൾ വളർന്നു വന്ന് ധാരാളം പൂക്കൾ നമുക്ക് കിട്ടും. അപ്പോൾ പ്രൂൺ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി എന്ന് പറയുന്നത് സ്റ്റെം കട്ടിങ് ഉപയോഗിച്ചാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ എങ്ങനെയൊക്കെയാണ് സ്റ്റെം കട്ട് ചെയ്ത് വേഗം വേര് പിടിപ്പിക്കുന്നത്, അതിനുള്ള സൂത്രവിദ്യകളൊക്കെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ സ്റ്റെം കട്ടിങ് ഉപയോഗിച്ച് ധാരാളം ചെടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും ചെയ്യാം. വേര് പിടിപ്പിക്കുന്ന രീതികളുമുണ്ട്. അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ധാരാളം പൂക്കൾ തരുന്ന ഹൈഡ്രാഞ്ചികളെ നമുക്ക് എളുപ്പത്തിൽ വളർത്താം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ കമ്പ് ഒരെണ്ണം ശേഖരിച്ച് അല്ലെങ്കിൽ ഒരു തൈച്ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടുപിടിപ്പിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.